ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഹരി ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. നമുക്കെല്ലാവർക്കും ഭഗവതിയുടെ കടാക്ഷ വീക്ഷണം അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 60ാമത്തെ ശ്ലോകം. സരസ്വത്യാ സൂക്തിരമൃതലഹരീ കൗശലഹരിഃ പിബന്ധ്യാ സർവാണി ശ്രവണചുളുകാഭ്യാമവിരളം ചമത്കാരശ്ലാഘാചലിതശിരസ കുണ്ഡലഗണോഃ ഝണത്കാരേ സ്താരേ പ്രതിവചനമാജഷ്ടൈവതേ. സരസ്വത്യാഃ സൂക്തിഃ അമൃതലഹരീ കൗശലഹരീ പിബന്ധ്യാഃ സർവാണി ശ്രവണചുളുകാഭ്യാം അവിരളം ചമത്കാരഃ ശ്ലാഘാചലിതശിരസഃ കുണ്ഡലഗണഃ ഝണത്കാരൈഃ താരൈഃ പ്രതിവചനം ആചഷ്ട ഇവതേ. പദാർത്ഥം പറയാം. ഹേ സർവാണി, അല്ലയോ പരമശിവപത്നി. ശിവൻ ഭഗവാൻ, ശർവാണി ഭഗവതി. പരമശിവപത്നി തേ നിന്തിരുവടിയുടെ അമൃതലഹരി കൗശലഹരി അമൃതപ്രവാഹത്തിൻ്റെ സാമർത്ഥ്യത്തെ അപഹരിക്കുന്നവയായ സൂക്തി മധുര ആലാപനങ്ങളെ ശ്രവണചുളുകാഭ്യാം ചെവികളാകുന്ന കോട്ടുകൈകളാൽ, അതായത് ചെവിനെ ഒരു കോട്ടുകൈകളായിട്ട് സങ്കല്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് ചുണ്ടിൻ്റെ അരികിൽ കോട്ടിച്ചേർത്ത് പിടിക്കുന്ന കൈപ്പടങ്ങൾക്ക് ചുളുകങ്ങളെന്നാണ് പേര്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ചെവിയെ ചുളുകങ്ങളെന്ന് പറയപ്പെടുന്നത്. അങ്ങനെ സങ്കല്പിച്ചു. ദേവിയുടെ സൂക്തികളാകുന്ന അമൃതത്തിൻ്റെ പാനത്തിനായിട്ട് ശ്രവണങ്ങൾ തന്നെ ചുളുകങ്ങളായി എന്ന് താല്പര്യം. അതായത് നമ്മൾ അമൃത ഈ പാനം ചെയ്യാനാണല്ലോ കൈ അങ്ങനെ ആവുന്നത്, അതുപോലെ ഇത് ശ്രവണം പാനം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ചെവി അങ്ങനെയാണെന്ന് പറയുന്നത്. ദേവിയുടെ സൂക്തികളാകുന്ന അമൃത പാനത്തിനായിട്ട് ശ്രവണങ്ങൾ തന്നെ ചുളുകങ്ങളായി എന്ന് താല്പര്യം. അവിരളം ഇടവിടാതെ പിബന്ധ്യ പാനം ചെയ്യുന്നവളും ചമത്കാര ശ്ലാഘാ ചലിതശിരസഃ ശ്രവണാനന്തരം വചന ചമത്കാരത്തെ ശ്ലാഘിക്കുവാനായി തല കുലുക്കുന്നവളുമായ, അതായത് ശ്രവണം ചെയ്തു ഈ സൂക്തികൾ പഠനം ചെയ്യുമ്പോൾ ഈ ശ്രവണം കേട്ടിട്ട് തല കുലുക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. വചന ചമത്കാരത്തെ ശ്ലാഘിക്കുവാനായി തല കുലുക്കുന്നവളുമായ സരസ്വതി ദേവിയുടെ. അപ്പോൾ ഈ ഭഗവതീനെ എല്ലാവരും കീർത്തിക്കുമ്പോൾ സരസ്വതി ദേവി ഇത് കേട്ടിട്ട് തല കുലുക്കുന്നു, ആ കുണ്ടലങ്ങളോടുകൂടി തല കുലുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? കുണ്ടലഗണം കാതിലക്കൂട്ടങ്ങൾ താരേഹി അത്യുച്ചത്തിൽ പുറപ്പെടുവിക്കുന്ന ജണക്കാരേഹി കിലുക്കങ്ങളെ കൊണ്ട് പ്രതിവചനം അനുമോദനവാക്യത്തെ ആചഷ്ട ഇവ പറയുന്നുവോ എന്ന് തോന്നുന്നു. സരസ്വതി ദേവി ഭഗവതിയെ അനുമോദിക്കുകയാണോ? അമ്മോ, ഭഗവതിനെ ഇങ്ങനെ എല്ലാവരും സ്തുതിക്കുന്നുണ്ടല്ലോ എന്നുള്ള സരസ്വതി ദേവിയും കേട്ടിട്ട് എന്നുള്ള അനുമോദനങ്ങൾ ഇവിടെ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലയോ പരമേശ്വരി, അമൃതപ്രവാഹത്തിൻ്റെ മാധുര്യാതിശയത്തെ അപഹരിക്കുന്നവയായ നിന്തിരുവടിയുടെ മധുരാലാപങ്ങളെ ചെവികളാകുന്ന കോട്ടുകൈകളാൽ എല്ലായ്പ്പോഴും സാവധാനമായി ആസ്വദിക്കുന്ന സരസ്വതി ദേവി ആ മധുരമായ ആലാപനങ്ങളുടെ ചമത്കാരത്തെ ശ്ലാഘിപ്പാനായി തലകുലുക്കുന്ന സമയം ഇളകുന്ന കർണാഭരണങ്ങളുടെ അത്യുച്ചമായ കിലുക്കത്താൽ നിന്തിരുവടിയെ അനുമോദിച്ച് മറുപടി പറയുന്നുവോ എന്ന് തോന്നും. ഹരി ഓം. ഇത് ഭഗവതിയെ സ്തുതിക്കുന്ന കേൾക്കുമ്പോൾ സരസ്വതി ദേവി ആ കാതിലണിഞ്ഞ കുണ്ടലങ്ങളോടുകൂടി തല കൊള്ളിക്കുമ്പോൾ അത് മധുരാലാപനങ്ങൾ നിന്തിരുവടിയെ അനുമോദിച്ച് മറുപടി പറയുന്നുവോ എന്ന് തോന്നുമെന്ന് പറയുന്നു.
എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേൻ സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.